പേഴ്സണലി ഇച്ചിരി വട്ടമുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടമായോണ്ട് ഗ്രേസിന്റെ എനിക്ക് എല്ലാ സീൻസും അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ആസിക്ക പിന്നെ ഭയങ്കര എന്താ പറയാ കുസൃതിയൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ ഇഷ്ടം, ആൾക്കാരെ പറ്റിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ജഗദീഷ് ഏട്ടൻ ഒക്കെ തുടങ്ങി വന്നു പാട്ടൊക്കെ പാടി നാട്ടുകാരായിട്ട് കുറച്ച് ഇന്ററാക്ട് ഒക്കെ ചെയ്ത് അങ്ങനെ ആ ഫുൾ സെറ്റിൽ ആൾക്കാരെ സെറ്റാക്കി പുള്ളി. ആദ്യം ഷൂട്ട് ചെയ്തത് തിരനുരയും എന്ന് പറഞ്ഞ പാട്ടാണെന്ന്. അപ്പൊ അത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അതിശയിച്ചു പോയി. ആ പാട്ടില് പുള്ളി ആ ക്യാരക്ടർ ബ്രേക്ക് ചെയ്തു. ഞാൻ സാഹചര്യങ്ങളാൽ സ്ട്രോങ് ഇൻഡിപെൻഡന്റ് വുമൺ ആവേണ്ടി പോയ ഒരാളാണ്. എങ്ങനെ നീ എങ്ങനെ ജീവിക്കും അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ ഡൗട്ട്സ് എൻ്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്ന സമയത്തും ഞാൻ അതിൽ ഉറച്ചു തന്നെ നിന്നു. ഞാൻ കൊള്ളില്ല, അല്ലെങ്കിൽ ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ആ ഒരു തോട്ട് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. നല്ല കാര്യമാണ്. മീൻ തുമ്പ വരുന്നത് പിള്ളേർ ഫിസിക്കലി ആക്റ്റീവ് ആവുകയാണല്ലോ. വസ്ത്രവും അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് എനിക്കില്ല. അതിൽ പിള്ളേർക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിക്കട്ടെ. ഇനിയിപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്ത് ജീവിച്ച് എനിക്ക് വേണ്ട കാശ് അതിൽ നിന്ന് കിട്ടണം, സംതൃപ്തി കിട്ടണം. ഇനിയിപ്പോൾ എന്തായാലും നീ ഇതിലോട്ട് ഇറങ്ങി, എന്നാൽ പിന്നെ സിനിമയൊക്കെ നോക്ക്. കട്ട് പറയുമ്പോഴത്തേനും ഞാൻ പറഞ്ഞ ഡയലോഗിന് പുള്ളി സ്പോട്ടിൽ എന്തെങ്കിലും കൗണ്ടർ പറയും. അതായിരുന്നു അരിചേട്ടൻ ഓരോ ടേക്ക്. അന്ന് ഫുള്ള് നമ്മൾ ഡയറക്ടറിൽ അങ്ങ് സമർപ്പിക്കും. ഹായ്, ഹലോ, വെൽക്കം ടു കൗമുദി മൂവീസ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അശ്വതിയാണ്. ഹായ്. ഹായ്. ധീരനാണല്ലേ ഏറ്റവും പുതിയ വിശേഷം? അതെ. എങ്ങനെ ധീരനിലേക്ക് എത്തുന്നത്? ഓഡിഷൻ ആയിരുന്നു, കാസ്റ്റിംഗ് കോൾ ഉണ്ടായിരുന്നു. അങ്ങനെ 2 ലെവൽ ഓഫ് ഓഡിഷൻ ആയിരുന്നു. അങ്ങനെ ഒരു ഓഡിഷൻ ചെയ്തു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാണ് അടുത്ത ഓഡിഷന് വിളിച്ചത്. അപ്പം ഞാൻ ഓർത്തു ചിലപ്പോൾ സെലക്ട് ആയി കാണത്തില്ലായിരിക്കും. പക്ഷെ എനിക്ക് അവർ അത്രയും പേരെ ഓഡിഷൻ ചെയ്തിരുന്നു. അങ്ങനെ ഓഡിഷൻ ചെയ്ത് സെക്കൻഡ് ലെവലിലേക്ക് വിളിക്കാൻ ആ ഒരു പ്രോസസ്സിനൊരു 1 മന്ത് എടുത്തു. കുറേ എനിക്ക് തോന്നുന്നു അശ്വതിയുടെ ക്യാരക്ടേഴ്സ് ഇതുവരെ ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും എടുത്ത് നോക്കുമ്പം കുറേ ക്യാരക്ടേഴ്സ് കിട്ടിയിരിക്കുന്നത് ഓഡിഷനിലൂടെ തന്നെയാണല്ലേ? അതെ അതെ. ഇപ്പം ഫസ്റ്റ് ടൈം ഓഡിഷൻ അറ്റൻഡ് ചെയ്യുമ്പോഴും ഇപ്പോഴും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്താ ശരിക്കും ഫീൽ ചെയ്യുന്നത്? സന്തോഷം ആണോ? ഇങ്ങനെ ഓഡിഷനിലൂടെ ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ സന്തോഷമാണോ ശരിക്കും? ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പം ചില ആക്ടേഴ്സ് ഇപ്പം കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയാൽ പോലും ചില സിനിമകളിൽ പൊതുവെ നമ്മൾ ഓഡിഷൻ എന്നാലും ചെയ്യിപ്പിക്കും. അതായത് ആ ക്യാരക്ടറിന് നമ്മൾ ഓക്കെ ആണോ എന്ന് നോക്കാൻ. അപ്പോൾ പണ്ടാണെങ്കിൽ പുതിയ ആക്ടേഴ്സിനെ മാത്രം ഓഡിഷൻ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അതൊരു ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ളൊരു ചേഞ്ച് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ പല പുറത്തുള്ള ഇൻഡസ്ട്രിയിലൊക്കെ അത് ഒത്തിരി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ബോളിവുഡിലും അങ്ങനെയൊക്കെ. എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യുന്ന ചേഞ്ച് എൻ്റെ ഉള്ളിലാണ്. സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ ഓഡിഷൻ ചെയ്ത് തുടങ്ങിയ സമയത്ത് ഒത്തിരി റിജക്റ്റ് ആവുമായിരുന്നു. അപ്പോൾ റിജക്റ്റ് ആവുമ്പം ഞാൻ കൊള്ളില്ല, അല്ലെങ്കിൽ ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ആ ഒരു തോട്ട് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ സെലക്ട് ആവാതിരിക്കുമ്പം ദേഷ്യം തോന്നും, അല്ലെ അവർക്ക് അവർ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ കാരണം കണ്ടുപിടിക്കുമല്ലോ. പിന്നീട് കുറേ ഓഡിഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയല്ല. ഒരു ക്യാരക്ടറിൻ്റെ അവർക്ക് മനസ്സിലൊരു ലുക്ക്, എന്താ പറയുക, ഭാഷ. ഇപ്പം പൊതുവെ മലയാള സിനിമയിൽ ഇപ്പം എസ്പെഷ്യലി ഒരു പുതിയ നായികേനെ അങ്ങനെയൊക്കെ കാസ്റ്റ് ചെയ്യുമ്പം ഏത് നാട്ടിലാണോ ആ കഥ പറയുന്നത് ആ നാട്ടിലെ തന്നെ സ്ലാങ് ഉള്ള ഒരാളാണ് അവർക്ക് ഏറ്റവും പ്രിഫറൻസ്. അങ്ങനെ അപ്പോൾ അങ്ങനെ പല കാരണങ്ങളാവാം. ചിലപ്പോൾ നമ്മുടെ സ്ക്രീൻ ഏജ് ആവാം. അങ്ങനെ അത്രയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ അവസാനമായിരിക്കും നമ്മുടെ അഭിനയം നോക്കുന്നത്. ഇപ്പോൾ ഒരു ഓഡിഷൻ പോയിട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാനത് ഓഡിഷൻ കൊടുത്തു, ഇനി അവർ വിളിക്കുവാണെങ്കിൽ വിളിക്കട്ടെ എന്നുള്ളൊരു ബെറ്റർ ആറ്റിറ്റ്യൂഡിലേക്ക് എനിക്ക് തോന്നുന്നു എത്തി. ഇപ്പൊ ധീരനിൽ ഇന്റർവ്യൂസ് ഭയങ്കര വൈറലാവുന്നുണ്ട്. അതിനൊരു കാരണം എന്ന് പറയുന്നത് ഇപ്പൊ ജഗദീഷ് ഏട്ടൻ, മനോജ് ഏട്ടൻ, അശോക് ഏട്ടൻ ഇവരുടെ ഒരു കോംബോ ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. അപ്പം നിങ്ങളെ ഈ ലൊക്കേഷനിൽ ഇവരുടെ ഒരു കോംബോ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് അവരുടെ കൂടെ സീൻസ് വളരെ കുറവാണ്. പക്ഷേ ചില ദിവസം അവർ 2 സീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പം എനിക്ക് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പം രസമാണ്. ജഗദീഷ് ഏട്ടൻ ജനറലി ഇങ്ങനെ എപ്പോഴും കളിയാക്കും, ഇങ്ങനെ എല്ലാവരെയും കളിയാക്കിക്കൊണ്ടിരിക്കും. അശോക് ഏട്ടനോട് എന്തെങ്കിലും പറയും, അശോക് ഏട്ടൻ തിരിച്ചെന്തെങ്കിലും പറയും. അപ്പം നമ്മളെ ഇടയ്ക്ക് ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കും. നമ്മളെ വിളിച്ചിട്ട് ഒന്ന് അശ്വതി കഴിഞ്ഞ് വന്നേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് പറയും ഒരു കാര്യം. അവസാനമായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഇത് അശോകൻ ചേട്ടനെ കളിയാക്കിയിട്ടാണ്. അപ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റത്തില്ല, അശോകൻ ചേട്ടനെ പറ്റിയാണല്ലോ പറയുന്നത്. അപ്പോൾ അശോക് ഏട്ടൻ സൈഡിൽ നിന്നിട്ട് വേറെ ഭയങ്കര സീരിയസ് ആയിട്ടൊരു കാര്യം പറയും. ഇത് രണ്ടും ഇവർ തമാശയാണ്. അപ്പൊ നമ്മൾ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആവും. അയ്യോ ചിരി വരുന്നുണ്ട്, എന്നാൽ ചിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഭയങ്കര ഫൺ ലവിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഇപ്പം
എത്ര ലേറ്റ് നൈറ്റ് ഷൂട്ട് ആണെങ്കിൽ പോലും അവര് എനർജറ്റിക് ആയിട്ടിരിക്കാനായിട്ട് അവർ പാട്ട് പാടി തമാശ പറഞ്ഞ് അങ്ങനെ വൈബേ മാറ്റും. ഇപ്പോൾ ഒരു ദിവസം അവിടെ നമ്മൾ ക്രൗഡ് ആ നാട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ നാട്ടുകാരാണ് ദേവൻ, ഞങ്ങളുടെ ഡയറക്ടറിന്റെ നാട്ടുകാരാണ് മൊത്തം. അപ്പോൾ അവരൊക്കെ മടുത്തു. ക്രൗഡ് ഷൂട്ട് ചെയ്യുമ്പോൾ അത്രയും സമയം എടുക്കുമല്ലോ, വെളുപ്പിനെ ആവാറായി. അപ്പോൾ ജഗദീഷ് ഏട്ടൻ ഒക്കെ തുടങ്ങി വന്ന് പാട്ടൊക്കെ പാടി ആ നാട്ടുകാരായിട്ട് കുറച്ച് ഇന്ററാക്ട് ഒക്കെ ചെയ്ത് അങ്ങനെ ആ ഫുൾ സെറ്റിൽ ആൾക്കാരെ സെറ്റാക്കി പുള്ളി. അങ്ങനെ അപ്പം അതൊക്കെ എനിക്ക് തോന്നുന്നു പഠിക്കേണ്ടത് തന്നെ കാര്യമാണ് അവര് ആ ഒരു പീപ്പിൾ സ്കിൽസും ഒക്കെ ഉള്ളത്. ഇപ്പം അശ്വതി ആണെങ്കിൽ നേരത്തെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ലൊക്കേഷനും ഈ ലൊക്കേഷനും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ ഫീൽ ചെയ്യണേ? അങ്ങനെ എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും ഉള്ളപ്പോൾ ഇവരുടെ കഥകൾ കേൾക്കാൻ ഭയങ്കര രസമാണ്. കാരണം ഇപ്പം ഞാനൊന്നും അതായത് ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ജനിച്ച ആളല്ല. അപ്പം ആ കഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര രസം. ആ കഥകളൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഞാൻ ഇതിനു മുന്നേ അഭിനയിച്ചിട്ട് ഉള്ളത് എല്ലാവരും അങ്ങനെ അത്രയും സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെ മനോജ് കെ ജയൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അവർ ഒരാളൊക്കെ കാണുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും കഥകൾ കേൾക്കാനുള്ള ഒരു അവസരമല്ലേ. ഇവർ ഇത്രയും പേരുള്ളതുകൊണ്ട് ഇവർ പഴയ ഓർമ്മകളൊക്കെ പറയുമ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഒരു ഡിഫറൻസ്. എന്തെങ്കിലും കഥ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇപ്പം ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് കൂടുതൽ ഇന്റർവ്യൂവിൽ കേട്ടോ. സെറ്റിൽ നമുക്ക് അങ്ങനെ എനിക്ക് ഇരുന്ന് സംസാരിക്കാൻ കിട്ടിയിട്ടില്ല. ഒന്ന് എനിക്ക് എൻ്റെ സീൻ കാണും, അപ്പം ഞാൻ അതിൻ്റെ ഇതിൽ ഫോക്കസ്ഡാണ്. അവരായിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാറില്ല. ഇപ്പം പ്രൊമോഷന് പോകുമ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ അത്ര ഇൻട്രാക്ട് ചെയ്യുന്നവരായിട്ട്. അപ്പം മനോജ് കെ ജയൻ ചേട്ടൻ പറഞ്ഞൊരു കഥയുണ്ടായിരുന്നു. പുള്ളിയുടെ ദിഗംബരൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണല്ലോ. അപ്പം പുള്ളി ചെന്നിട്ട് ആദ്യം ഷൂട്ട് ചെയ്തത് തിരനുരയും എന്ന് പറഞ്ഞ പാട്ടാണെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അതിശയിച്ചു പോയി. ആ പാട്ടിൽ പുള്ളി ആ ക്യാരക്ടർ ബ്രേക്ക് ചെയ്തു, അല്ലെ കണ്ടുപിടിച്ചു എന്നുള്ള ഒരു സാധനം. ഇപ്പൊ ലൈഫിൽ ഇതുപോലെ ധീരത കാണിച്ച എന്തെങ്കിലും ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്തത് എന്തായിരിക്കും? അങ്ങനെ കുറേ തീരുമാനങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ. നമ്മൾ ആ സമയത്ത് നമ്മൾ അങ്ങനെ അങ്ങ് എടുത്തു. പിന്നീട് ചിലപ്പോൾ തിരിച്ച് ചിന്തിക്കുമ്പോൾ ഓ ഞാനത് അങ്ങനെ എടുത്തല്ലോ അങ്ങനെ ആലോചിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ചിലപ്പോൾ ഞാനൊരു 17 വയസ്സിലെ ഞാൻ തീരുമാനിച്ചിരുന്നു എനിക്ക് ആർട്ട് ഫീൽഡാണ്. അന്ന് ഞാൻ ഡാൻസ് എന്നാണ് ചിന്തിച്ചത്. പക്ഷേ പെർഫോമിംഗ് ആർട്സ് എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു അന്ന്. ആ പ്രായത്തിലേ എനിക്കറിയായിരുന്നു എനിക്കിതാണ് വേണ്ടത് എന്നുള്ളത്. അപ്പം അന്ന് ഞാൻ എൻ്റെ വീട് കോട്ടയത്താണ്. അപ്പം ഞാൻ എൻ്റെ ചുറ്റും കാണുന്നത് ഇപ്പോൾ ഡാൻസ് ടീച്ചേഴ്സ് ഉണ്ട്, അവിടെ യുവജനോത്സവത്തിന് പഠിപ്പിക്കുന്നു, അങ്ങനെ സ്കൂൾ നടത്തുന്നത്. പക്ഷെ എൻ്റെ ചുറ്റും അങ്ങനെ ഒരു എൻ്റെ ഫാമിലിയിലോ അങ്ങനെയൊന്നും ആരും അങ്ങനെ ആർട്ട് ഫീൽഡ് ചൂസ് ചെയ്തത് ആരുമില്ല. അപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ ഓർക്കും ആ പ്രായത്തിൽ അങ്ങനെ എൻ്റെ ചുറ്റും ഒരു റോൾ മോഡലായിട്ട് ആരും ഇല്ലാഞ്ഞിട്ടും എന്തോ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തീരുമാനം എനിക്ക് എടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സാധനം. അങ്ങനെ കാരണം വീട്ടിലാണേലും നമുക്ക് നീ എങ്ങനെ ജീവിക്കും അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ ഡൗട്ട്സ് എൻ്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്ന സമയത്തും ഞാൻ അതിൽ ഉറച്ചു തന്നെ നിന്നു. അങ്ങനെ പക്ഷെ ഇങ്ങനെ എതിർപ്പ് പറഞ്ഞിട്ടാണെങ്കിലും ഫിലിമിലേക്ക് നോക്കാൻ ആദ്യം പറഞ്ഞത് പാരന്റ്സ് തന്നെയാണ് അല്ലേ? അത് അവരുടെ ഒരു അവസ്ഥ കൊണ്ടുമായിരുന്നു. കാരണം ഒരു 4-5 വർഷം ഞാൻ അങ്ങനെ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നടന്നപ്പോൾ അതിൽ ഭയങ്കര എതിർപ്പായിരുന്നു. പ്ലസ് ടു കഴിഞ്ഞിട്ട് പഠിച്ചത് അതൊക്കെയാ. അപ്പൊ ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു ആക്ച്വലി വീട്ടില്. അപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി എന്നോട് ഇനി പറഞ്ഞിട്ടൊരു കാര്യമില്ല, ഇതിനിപ്പോൾ സമ്മതിച്ചേ പറ്റൂ. അപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും നീ ഇതിലോട്ട് ഇറങ്ങി, എന്നാ പിന്നെ സിനിമയൊക്കെ നോക്ക്. അല്ലാതെ ഡയറക്ട്ലി സിനിമ അല്ലായിരുന്നു. അങ്ങനെ അവരൊക്കെ ഫിലിം പാഷനേറ്റ് അങ്ങനെയാണോ? എൻ്റെ അമ്മയൊക്കെ പണ്ട് തൊട്ടേ ഞാന ഭയങ്കരമായിട്ട് വായിക്കും. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇപ്പോൾ എക്സാം ആണെങ്കിൽ പോലും ഞങ്ങൾ ആദ്യം ഫസ്റ്റ് ഡേ തന്നെ പോയി പടം കാണും. ഇപ്പോൾ വെള്ളിയാഴ്ച തന്നെ പോയി പടം കാണും. അങ്ങനെ ഇറങ്ങുന്ന എല്ലാ പടവും കാണും. പിന്നെ പടം ഇറങ്ങിക്കഴിഞ്ഞ് വണ്ടിക്കകത്ത് ഞങ്ങൾ 1 മണിക്കൂർ സിനിമയെ പറ്റി സംസാരിക്കും. ജസ്റ്റ് സിനിമ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ ഇപ്പം അശ്വതി അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടമുള്ള പടം ഏതാ പാരൻസിന്? അവർക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണല്ലോ, അവർക്ക് എല്ലാം ഇഷ്ടം. അങ്ങനെ ഞാൻ എപ്പോഴും പറയാം അവരെൻ്റെ പേഴ്സണൽ PR ഏജൻസ് ആണ്. അങ്ങനെ അവരെ ഞാൻ എൻ്റെ ക്രിറ്റിക്കായിട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ല. പൂമരത്തിന് ശേഷമാണ് അപ്പോൾ പാരൻസ് ഇത് ട്രൈ ചെയ്യാൻ പറയുന്നത്? അതായത് പൂമരത്തിന്റെ ഓഡിഷന് അവരും അപ്പൊ അഭിനയം എന്ന് ചിന്തിച്ചിട്ടില്ല ആക്ച്വലി. അവരും ഇങ്ങനെ ഡാൻസറിനെ വേണമല്ലോ, നിനക്കറിയാലോ ഡാൻസ്, സിനിമയിൽ ഡാൻസ് ചെയ്യാലോ. അങ്ങനെ ഡാൻസറായിട്ട് ഞാൻ ചെയ്തപ്പം എബ്രഡ് ഷൈൻ സാറാണ് എന്നോട് അഭിനയിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അഭിനയിച്ചപ്പോൾ എനിക്ക് തോന്നിയോ ഇത് കൊള്ളാലോ സംഭവം, എന്താ ട്രൈ ചെയ്യാം എന്നുള്ളൂ. അതുവരെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എനിക്ക് അഭിനയിക്കാൻ. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. ഈ ഇൻട്രോവേർട്ടിൽ നിന്ന് എങ്ങനെ ഏത് പോയിന്റിൽ ശരിക്കും ഇത് മാറണം എന്നുള്ളൊരു തീരുമാനം വരുന്നത്?
അതും ഞാൻ പറയുന്ന പോലെ ഒരു ദിവസം സംഭവിക്കുന്നതല്ല ഇതൊന്നും. അപ്പം ചെറുപ്പത്തിൽ ഭയങ്കര നാണമൊക്കെ ആയിരുന്നു, ഒരു 5ാം ക്ലാസ് ഒക്കെ വരെ. അത് കഴിഞ്ഞ് പിന്നെ പയ്യെ പയ്യെ എന്ന് പറഞ്ഞാൽ ഒന്ന് ഡാൻസ് കളിച്ച് കുറെ കോമ്പറ്റീഷനൊക്കെ പോയി. അപ്പൊ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയി. സ്റ്റേജ് ഫിയർ ആദ്യം ഞാൻ സ്റ്റേജിൽ കളിക്കുമ്പോൾ ചിരിക്കത്തൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര ബോറാ, ചിരിക്കാതെ കളിക്കുന്നത്. അങ്ങനെ ചിരിച്ചു തുടങ്ങി. പിന്നെ കുറച്ചുകൂടെ കോൺഫിഡൻസ് ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സംസാരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ സംസാരിച്ചു. പിന്നെ പഠിക്കാനൊക്കെ സ്കൂൾ കഴിഞ്ഞ് പുറത്തോട്ട് പോയപ്പം പിന്നെ നമ്മളൊരു സിറ്റിയിൽ ചെല്ലുമ്പോൾ ഒറ്റയ്ക്കാണല്ലോ, അപ്പം നമ്മൾ സംസാരിച്ചേ പറ്റൂ. അപ്പം അങ്ങനെ ഒരു കുറേ വർഷങ്ങൾ കൊണ്ട് ഞാൻ ഒരു ആംബിവേർട്ടിലെത്തി. ഇപ്പം ലവ്ലിയിലൊരു ക്യാരക്ടർ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഗ്രേസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അതിൽ കുറച്ചുകൂടി വേറൊരു വേർഷനാണ് അതിൻ്റെ അത് കാണിക്കുന്നതൊക്കെ. അപ്പോൾ ആ ഒരു ക്യാരക്ടറിൽ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് എങ്ങനെയാണ്? ദിലീഷ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, കഥ ഏകദേശം ഒന്ന് പറഞ്ഞു, എന്നിട്ട് വന്ന് ഓഡിഷൻ ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഓഡിഷന് ചെന്നപ്പം സീൻ തന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ ഗ്രേസ് എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഇയാളോട് ഒരു ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ട്. അപ്പം അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അങ്ങനെയൊക്കെ ആദ്യം പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ദിലീഷ് ചേട്ടൻ ആസ് എ ഡയറക്ടർ നമ്മളെ ഭയങ്കര ഫ്രീ ആയിട്ട് വിടും ആ ക്യാരക്ടർ എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഓഡിഷൻ എൻ്റെ ചെയ്തത് കാസ്റ്റിംഗ് ഡയറക്ടർ മിലിന്ദ് സിറാജാണ്. അപ്പം ഞാൻ മിലിന്ദിൻ്റെ കൂടെ അഭിനയിച്ചത്. അപ്പോൾ കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ ഇംപ്രവൈസ് ചെയ്ത് സെറ്റിലല്ല, മുന്നേ നമ്മൾ ഓഡിഷൻ ചെയ്തു, പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത്. അപ്പം തന്നെ അതിൽ കുറേ സാധനങ്ങൾ ആഡായി. അങ്ങനത്തെ ഒരു എന്താ പറയാ, കുറെ ഇച്ചിരി കൂടെ കാരിക്കേച്ചറിഷ് ആയിട്ടുള്ള സാധനമാണല്ലോ അത് കുറെ പ്ലേ എന്താ പറയാ, നമ്മളത് അഭിനയിച്ചാണ് അത് രൂപപ്പെടുന്നത്. ഇപ്പൊ ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, നമ്മൾ അതിന്റെ ഒത്തിരി ബാക്ക് തോട്ട്സ് ഉള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. എനിക്ക് ഇത് ഫീൽ ചെയ്തത് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു സാധനമല്ല. പക്ഷെ ഇപ്പൊ നമ്മളെ കൂടെ ഒരാളോട് അഭിനയിക്കുമ്പോൾ നമ്മളൊരു സാധനം ഇങ്ങനെ ഇടുമ്പോൾ അവരതിനോട് റെസ്പോണ്ടിങ്, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. ഭയങ്കര രസമുള്ള ക്യാരക്ടർ. ഇപ്പൊ കുറച്ചുകൂടി അത് OTT റിലീസ് ആയപ്പോൾ കുറച്ചുകൂടി സോഷ്യൽ മീഡിയയിൽ അതിങ്ങനെ കറങ്ങുന്നുണ്ട്. അത് കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഫീൽ ചെയ്തു, ഭയങ്കര എന്താ പറയാ, കുറച്ചുകൂടി നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക ടൈപ്പ് ക്യാരക്ടർ അല്ലേ. ഇതുപോലത്തെ വേറെ ഏതൊക്കെ ക്യാരക്ടർ ചെയ്യാനാണ് ശരിക്കും ഇപ്പൊ ആഗ്രഹിക്കുന്നത്? ഇതിപ്പോൾ വേറൊരു വേർഷനാണ്. പിന്നെ അതുപോലെ അന്വേഷ് കണ്ടത്തിൽ പോലീസ് ക്യാരക്ടർ ചെയ്തു. അതുപോലെ വേറെ ഏത് ക്യാരക്ടർ ചെയ്യാനാണ് ഇഷ്ടം? എനിക്ക് ജനറലി കോമഡി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഗ്രേസ് കിട്ടിയപ്പോൾ ഞാൻ ആക്ച്വലി ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനത്തെ ഒരു സാധനം ചെയ്യാൻ. എനിക്ക് പണ്ട് കൽപ്പന, ഉർവശി ചേച്ചി, KP ലളിത ചേച്ചി, ഇവരൊക്കെ ചെയ്ത ക്യാരക്ടേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് ഞാൻ പറയുന്നത്. പിന്നെ അഭിനയിക്കുമ്പോൾ നമുക്ക് എല്ലാം ചെയ്യണം എന്നുള്ള ഒരു സാധനമാണ്. ഇപ്പം നമ്മൾ 2 എണ്ണം ചെയ്ത് കഴിയുമ്പോൾ ഇച്ചിരി വ്യത്യാസമായിട്ടുള്ളത് അടുത്ത് വരണം എന്ന ആഗ്രഹമുണ്ട്. കൽപ്പന ചേച്ചിയുടെ ഒരു ഇതുണ്ടല്ലേ, ഗ്രേസിന് ശരിക്കും കൽപ്പന ചേച്ചി ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആയിട്ട് ചെറിയൊരു അങ്ങനെ അന്ന് ആ സമയത്ത് അവരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു അങ്ങനത്തെ ഒരു മീറ്റർ. ഇപ്പൊ അശ്വതി ഇതുവരെയുള്ള ചെയ്ത മൂവിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ ഇത് സ്വന്തമായിട്ടുള്ള? എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത ക്യാരക്ടേഴ്സ്, ഒരെണ്ണം KCF കേരള ക്രൈം ഫയൽസിലെ ആ ക്യാരക്ടറായിരുന്നു. പിന്നെ ഗ്രേസും പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്ന ധീരൻ, സുരമ്യയുടെ ക്യാരക്ടറാണ്. അപ്പം ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞ പേഴ്സണലി ഇച്ചിരി വട്ടമുള്ള ക്യാരക്ടേഴ്സൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഗ്രേസിൻ്റെ എനിക്ക് എല്ലാ സീൻസും അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ ടേക്ക് പോയ സീൻ ഏതായിരിക്കും? അയ്യോ, അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഈ ടേക്ക് പോകുന്ന സാധനം, നമ്മൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എപ്പോഴും പെട്ടെന്ന് മിനിമം നമ്പർ ഓഫ് ടേക്സ് നമ്മൾ അഭിനയിക്കണം എന്നുള്ളൊരു സാധനമാണല്ലോ. ഞാൻ നാടകവും ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമ്മൾ നാടകത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിലൊരു വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് തോട്ടല്ല നമ്മൾ ഫൈനലി എടുക്കുന്നത്. കാരണം നമുക്ക് ഒരു നാടകം ചെയ്യുമ്പോൾ, ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു ബൈ ബൈ ബൈപ്പാസ് എന്ന് പറഞ്ഞൊരു നാടകം റോഷൻ മാത്യു ഡയറക്റ്റ് ചെയ്ത നാടകത്തിൻ്റെ ഭാഗമാണ് ഞാൻ. ആൻഡ് ഞങ്ങളൊരു 3-4 മാസം എടുത്താണ് അത് ഫുള്ള് ക്രിയേറ്റ് ചെയ്ത് ഞങ്ങളുടെ ഫസ്റ്റ് ഷോയ്ക്ക് മുന്നേ. അപ്പം ഞങ്ങൾ ആദ്യം ഒരു സീൻ ഇംപ്രവൈസ് ചെയ്തതിൽ നിന്ന് ഞങ്ങൾ ഫൈനലി സ്റ്റേജിലെത്തിയപ്പോൾ ചെയ്തത് ഭയങ്കര വ്യത്യാസമാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് തോട്ട് എപ്പോഴും നമ്മുടെ ബെസ്റ്റ് പെർഫോമൻസ് ആവണം എന്നില്ല. സിനിമ ചെയ്യുമ്പോൾ നമുക്കുള്ള ഒരു ഡിസഡ്വാൻറ്റേജും അതാണ്, നമുക്ക് ടൈം എപ്പോഴും കുറവാണ്. ആ കുറഞ്ഞ ടൈമിൽ നമ്മളത് നമ്മുടെ ബെസ്റ്റ് കൊടുത്തേ പറ്റൂ. ഇപ്പം ഡ്രാമ ചെയ്ത കാര്യം പറഞ്ഞല്ലോ, ബൈ ബൈ ബൈപ്പാസ്, അതിന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നന്നായിട്ട് വെൽക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലേ ഈ നാടകം
ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? സോ നാടകം രണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് അതിൽ. ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രിയേഷൻ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. നമ്മൾ എന്താ പറയുക, റോഷൻ ആസ് എ ഡയറക്ടർ, റോഷൻ്റെ പ്രോസസ്സ് അടിപൊളിയാണ്, ഭയങ്കര ഡീറ്റെയിൽഡ് ആണ്. ആ രീതിയിൽ ആ ഒരു 3-4 മാസം എന്താ പറയുക, ഓരോ ദിവസവും ഓരോ എക്സ്പീരിയൻസാണ്. എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. പക്ഷെ എൻ്റെ ആസ് എ പെർഫോമർ ഓൾസോ എനിക്ക് തോന്നുന്നു എനിക്ക് എന്നെ കുറേ മിനുക്കാൻ പറ്റി ആ ഒരു പ്രോസസ്സിൽ. പിന്നെ നമ്മുടെ ആ കൂട്ടായ്മ, നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു അംഗനവാടി പോലെയാണ് അവിടെ. ചിരിയും കരച്ചിലും ബഹളവും എല്ലാം ഉണ്ട് അവിടെ. അങ്ങനെ എൻ്റെ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൽ അവരാണിപ്പം കൊച്ചിയിലുള്ളത്. അപ്പം സ്റ്റേജ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആൾക്കാർ ചിരിക്കുമ്പം നമുക്ക് അപ്പം എനിക്കെന്നെ ഡയലോഗ് പറയണം എന്ന് പറഞ്ഞു പോകാൻ പറ്റത്തില്ല. നമ്മൾ ആ ഒരു ഗ്യാപ്പ് കൊടുത്ത് അങ്ങനെ പെർഫോമൻസിൽ നമ്മളൊരു ചെറിയ മാറ്റം വരുത്തും. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഇത്രയും പേര് ഒരുമിച്ച് ചിരിക്കുന്നു. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ക്യാരക്ടർ വിട്ടുപോകാനൊന്നും പാടില്ലല്ലോ. അപ്പം ആദ്യമായിട്ട് ഇത്രയും പേര് അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ 8 ഷോസ് ഞങ്ങൾ കൊച്ചിയിൽ ചെയ്തു. 8 ഷോസും ഹൗസ്ഫുൾ ആയിരുന്നു. നമ്മളെ കേരളത്തിലെ ആദ്യത്തെ സീരീസ് ആയിരുന്നു KCF. അതിലൊരു ഭാഗമാവാൻ പറ്റിയല്ലോ. അപ്പം അതിലെനിക്ക് അശ്വതി നേരത്തെ പറഞ്ഞിട്ട് കേട്ടായിരുന്നു, ഒരു ഡയലോഗ് പറഞ്ഞപ്പോൾ അജു വർഗീസ് ചിരിച്ചു. അപ്പൊ അതിൽ ഭയങ്കര സന്തോഷം തോന്നി എന്ന് പറഞ്ഞിട്ട്, അത് വർക്കായി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അജു വർഗീസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അജു ചേട്ടൻ ഭയങ്കര സ്വീറ്റാ. പുള്ളി അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണല്ലോ. അപ്പം പുള്ളി എന്നാലും നമ്മൾ പുതിയ ആളാണ് എന്നൊക്കെ ഉള്ള ഒരു എന്താ പറയുക, ഭയങ്കര പേഷ്യൻ്റ് ആയിട്ടാണ് നമ്മുടെ കൂടെ അഭിനയിക്കുമ്പോഴും അങ്ങനെയൊക്കെ രസമായിരുന്നു. അപ്പോൾ പുള്ളിയാണല്ലോ തമാശ പറയുന്നത് എല്ലാ സിനിമയിലും. പക്ഷെ പുള്ളി സീരിയസ് ആയിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കട്ട് പറയുമ്പോഴത്തേനും ഞാൻ പറഞ്ഞ ഡയലോഗിന് പുള്ളി സ്പോട്ടിൽ എന്തെങ്കിലും കൗണ്ടർ പറയും. അതായിരുന്നു അജു ചേട്ടൻ ഓരോ ടേക്കിലും. ഇഷ്ടപ്പെട്ട ഒരു 3 മൂവീസ് പറയുകയാണെങ്കിൽ ഏതൊക്കെ പറയും? അയ്യോ, അത് ഭയങ്കര പാടാ. പക്ഷെ ഞാൻ പറയാം, എനിക്ക് മറ്റേ മൂക്കില രാജ്യത്തില്ല, അത് ഭയങ്കര ഇഷ്ടമാണ്. അത് പിന്നെ നമ്മുടെ അതേതായിരുന്നു, നമ്മുടെ മറ്റേ 3 സിസ്റ്റേഴ്സിന്റെ ശ്രീകൃഷ്ണപുരത്ത്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്കൊന്ന് വടക്ക് നോക്കിയ യന്ത്രം ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ തമാശ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ആക്ടിങ് അല്ലാതെ വേറെ എന്ന് പറയുന്നത് ഇപ്പം ഡാൻസും യോഗയാണ് അല്ലേ കൂടുതലായിട്ടും. യോഗ ശരിക്കും എത്ര വയസ്സ് മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇൻസ്ട്രക്ടറായിട്ട്? ഞാൻ ഡാൻസ് ആണ് പഠിച്ചത്, സ്കൂൾ കഴിഞ്ഞു അങ്ങനെയൊക്കെ. അതിൻ്റെ കൂടെ യോഗയും പഠിക്കുന്നുണ്ടായിരുന്നു. പഠിപ്പിച്ചു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു 2015. ഞാൻ പറഞ്ഞല്ലോ, ഡാൻസ് പഠിക്കുന്ന സമയത്തും ഒരു സൈഡ് ഇൻകം എന്നുള്ള രീതിയിൽ ഞാൻ യോഗ പഠിപ്പിച്ചു തുടങ്ങി. ഇപ്പം നമ്മുടെ സ്കൂളിലൊക്കെ സൂംബയുടെ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നുണ്ടല്ലോ, അതിനെതിരെ ഒരുപാട് ആൾക്കാർ എതിർത്തും പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താ ആസ് എ യോഗ ട്രെയിനർ എന്നുള്ള രീതിക്ക് അശ്വതിയുടെ ഒരു ഒപ്പീനിയൻ? നല്ല കാര്യമാണ്. സുംബ വരുന്നത് പിള്ളേർ ഫിസിക്കലി ആക്റ്റീവ് ആവുകയാണല്ലോ, അത് നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിലങ്ങനെ വസ്ത്രമോ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് എനിക്കില്ല. അതിൽ പിള്ളേർക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിക്കട്ടെ, ഇനിയിപ്പോൾ എന്താ. ഫസ്റ്റ് മൂവി സംഭവിക്കുന്നത് ഓഡിഷൻ വഴിയാണ്. സെക്കൻഡ് മൂവിയിലേക്ക് ശരിക്കും എങ്ങനെ എത്തുന്നത്? കക്ഷിയമ്മണി പിള്ളേരെ അവരെ എനിക്ക് തോന്നുന്നു എന്നെ കണ്ടിട്ട് വിളിക്കുമായിരുന്നു. ഓഡിഷൻ ഇല്ലായിരുന്നു. പിന്നെ അതിന് ശേഷം അങ്ങനെ അത് കഴിഞ്ഞും അങ്ങനെ ഞാൻ പറഞ്ഞു, ഇപ്പം അങ്ങനെ നമ്മൾ ഒരു പടത്തിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഓഡിഷൻ ചെയ്യേണ്ടാത്ത അവസ്ഥയില്ല. നമ്മൾ ചിലപ്പോൾ വീണ്ടും അടുത്ത പടത്തിന് ഓഡിഷൻ ചെയ്യണം. ഇപ്പോൾ അശ്വതിക്ക് ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിലും ഇപ്പോൾ കക്ഷി അമ്മണിപ്പിള്ളയിൽ ജേർണലിസ്റ്റാണ്, ഒന്നിൽ പോലീസായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ ധീരനിലാണെങ്കിൽ കുറച്ചുകൂടി ഫോർവേഡ് ആയിട്ടുള്ള ആളാണ്. ശരിക്കും എങ്ങനെയാണ് സ്വയം ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ആസ് എ പേഴ്സൺ എന്നുള്ള രീതിക്ക്? ഞാൻ സാഹചര്യങ്ങളാൽ സ്ട്രോങ് ഇൻഡിപെൻഡൻറ്റ് വുമൺ ആവേണ്ടി പോയ ഒരാളാണ്. ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ആവാൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ ഭയങ്കര ഇമോഷണലി ഇങ്ങനെ സെൻസിറ്റീവായിട്ടൊക്കെ ഉള്ള ഒരാളാണ്. പിന്നെ ധൈര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആദ്യം ഒന്ന് കരയും, ആ കരച്ചിൽ കഴിയുമ്പോൾ എനിക്ക് ധൈര്യമാവും. അങ്ങനത്തെ ആണ് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് എന്നെ തന്നെ പറയാൻ. മേ ബി എൻ്റെ പേരൻസോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചാൽ അവരായിരിക്കും
കുറച്ചുകൂടെ കറക്റ്റ് പറയുന്നത്. ആസിഖാനോട് അഭിനയിച്ചപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് നല്ലായിരുന്നു. എന്താ പറയാ, മാസിക ഇങ്ങനെ കുറച്ച് എന്താ പറയാ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ആന്റണി ആയിട്ടായിരുന്നല്ലോ. ആന്റണി കുറച്ചുകൂടി നമുക്ക് എനിക്ക് തോന്നുന്നു അശ്വതിയുടെ ആ ഒരു യങ്സ്റ്റർ എന്നുള്ള രീതിക്ക്, പിന്നെ പുള്ളിയുടെ ആണെങ്കിൽ രണ്ടാമത്തെ പടമാണ്. അപ്പൊ അതിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാനൊരു സാധനമുണ്ട്. അപ്പം ആസിക്ക ആയപ്പോ എങ്ങനെയുണ്ടായിരുന്നു? കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആണ് പുള്ളി. അതെ, ആസിക്കായിട്ട് രസമായിരുന്നു. ആസിക്ക പിന്നെ ഭയങ്കര എന്താ പറയാ, കുസൃതിയൊക്കെ ഉള്ള ആളാണ്. അങ്ങനെ ഇഷ്ടം, ആൾക്കാരെ പറ്റിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളാണെങ്കിൽ ആ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള ഒരു കോംബോ ഭയങ്കര രസമായിരുന്നു. പുള്ളി ഇപ്പൊ പാട്ടിലൊക്കെ നല്ലൊരു പാട്ടുമുള്ള ഒരു പടമായിരുന്നു. ഇപ്പൊ ഫസ്റ്റ് ഫിലിമിലേക്ക് വരുമ്പോൾ ഒരു തയ്യാറെടുപ്പും ഇപ്പോ ഒരു മൂവി ചെയ്യുമ്പോൾ ഒരു തയ്യാറെടുപ്പും എങ്ങനെയാണ്? അന്നൊന്നും തയ്യാറെടുപ്പില്ലായിരുന്നു, എനിക്ക് ഒന്നും അറിഞ്ഞുകൂടല്ലോ. അപ്പൊ അങ്ങനെ അങ്ങ് പോവാ. പിന്നെ ഇപ്പൊ ഫ്രെയിം ക്യാമറ വെക്കുമ്പം അത് ക്ലോസ് ആണോ മിഡ് അങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാ. ഇപ്പോഴും എനിക്ക് ഉറപ്പാ, അറിയാൻ മേലാത്ത എനിക്ക് കുറേ കാര്യങ്ങളുണ്ട്. അന്ന് എന്താ ചെയ്യുന്നത്, അന്ന് ഫുള്ള് നമ്മൾ ഡയറക്ടറിൽ അങ്ങ് സമർപ്പിക്കും, ആ രീതിയിലായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ ഓക്കെ, ഞാൻ എൻ്റെതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോട്ടുണ്ട്. പിന്നെ കുറെ ഇപ്പൊ വേറെ രീതിയിലാണ് എഫേർട്ട്. അന്ന് എഫേർട്ട് ഇടണം എന്നുണ്ട്, പക്ഷെ അറിഞ്ഞുകൂടാ എന്താ ചെയ്യേണ്ടതെന്ന്. ഇപ്പൊ കുറച്ചറിയാം, എന്നാലും കുറെ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് അറിയാൻ മേലാത്ത. അങ്ങോട്ട് പറയൂ, ഇപ്പം എന്തെങ്കിലും ഇംപ്രവൈസ് ചെയ്യണമെങ്കിലൊക്കെ അത് നമ്മൾ ഓരോ ആളും തരം നോക്കി പറയും. അതിപ്പം ചില ഡയറക്ടേഴ്സ് അതിന് ഓപ്പൺ ആണ്, അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളവരോട് നമ്മളത് ചോദിക്കും. ചില ഡയറക്ടേഴ്സ് ഓപ്പൺ അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ ചെയ്യും. അപ്പൊ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ഡയറക്ടർ? അയ്യോ, ഇപ്പം എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഇപ്പം ദിലീഷ് പോത്തൻ സാറ്, അല്ലെങ്കിൽ കൃഷാന്ത്, ജിയോ ബേബി, അങ്ങനെ ഇവരെല്ലാവരും ഒത്തിരി ഡയറക്ടേഴ്സായിട്ട് എനിക്ക് വർക്ക് ചെയ്യണം എന്നുണ്ട്. പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ അറിഞ്ഞുകൂടാ അങ്ങനെ പറയാനൊരു ലിസ്റ്റ്. ഈ സക്സസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഐ മീൻ പല രീതിയിലുണ്ടെന്ന് തോന്നുന്നു. ഒരു പോയിന്റ് എനിക്ക് തോന്നുന്നു, എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്ത് ജീവിച്ച് എനിക്ക് വേണ്ട കാശ് അതിൽ നിന്ന് കിട്ടണം, സംതൃപ്തി കിട്ടണം. പിന്നെ എനിക്ക് എന്താ പറയുക, ആവശ്യത്തിന് ലെഷർ ടൈം വേണം എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ. അല്ലാതെ എനിക്കിപ്പം എൻ്റെ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം, പക്ഷെ എൻ്റെ ജോലി അതിന് അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് കാശ് ഉണ്ടാക്കണം, അതുകൊണ്ട് എനിക്കിതിന് സമയമില്ല എന്നുള്ള ആ സ്റ്റേജിൽ നിന്ന് പുറത്തു പോകുന്നതിനായിരിക്കും ഞാൻ സക്സസ്ഫുൾ. അതായത് മനസ്സംതൃപ്തി വേണം, നമുക്ക് ലെഷർ ടൈം വേണം, എൻ്റെ മനസ്സിലുള്ള ഒരു ഫിഗർ, ആ ഒരു ഫിനാൻഷ്യലി ആ ഒരു ഇതും വേണം.